എല്ലാവർക്കും മൈ പാഷൻ മൈ ഹാപ്പിനെസ്സിലേക്ക് സ്വാഗതം. ഇതെന്റെ സ്റ്റിച്ചിങ് ക്ലാസ് 14ാമത്തെയാണ്. ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. എല്ലാവരും കയറി ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കടക്കാം. കുർത്തി പോക്കറ്റ്. നമ്മളൊരു കുർത്തിക്കൊക്കെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യണതിന്റെ അളവാണ് ഇപ്പൊ കാണിക്കുന്നത്. 0 to 1 14 ഇഞ്ച്, 0 to 2 8 ഇഞ്ച്, 0 to 3 ഇവിടെ ഒരു 1/2 ഇഞ്ച്, 3 to 4 7 ഇഞ്ച്, 3 to 5 1/2 ഇഞ്ച്, 4 to 6 1/2 ഇഞ്ച്. ഇത്ര അളവുകൾ മാത്രമാണ് നമുക്കൊരു കുർത്തിക്ക് ആവശ്യമായിട്ടുള്ള പോക്കറ്റിന്റെ അളവ്. നമുക്ക് ഇനി ഇതിന്റെ കട്ടിങ്ങിലേക്ക് കിടക്കാം. നമുക്ക് ആവശ്യമായിട്ടുള്ളത് 0 to 1 നമുക്ക് 14 ഇഞ്ച്, 0 to 2 നമുക്ക് 8 ഇഞ്ച്. 14 ഇഞ്ച് ഇറക്കുള്ളൊരു തുണി എടുക്കാം. അതോടൊപ്പം തന്നെ 8 ഇഞ്ച് വീതി. ഇങ്ങനെ നമ്മളൊരു തുണി എടുത്തു. നമ്മൾ 2 തുണി എന്ന രീതിയിൽ നമ്മൾ എടുക്കണം. 2 തുണി എടുക്കാം. എന്നിട്ട് ഞാനതിനിപ്പോ ഇങ്ങനെ വെക്കണം എന്നുള്ളൂ. എന്നിട്ട് 0 to 1 നമുക്ക് 14 ഇഞ്ച്, 0 to 2 8 ഇഞ്ച്, 0 to 3 നമുക്ക് 1/2 ഇഞ്ച്. ഞാനിവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താണ്. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി. അത് 3 to 4 7 ഇഞ്ച്. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ഞാനൊരു 7 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ ഒരു ഷേപ്പില് ഞാനിങ്ങനെ വരച്ചെടുക്കാണ്. നമ്മളൊരു പോക്കറ്റ് ഇടണല്ലോ. പോക്കറ്റ് എപ്പോഴും താഴേക്ക് ഇതിങ്ങനെയാണ് വരാം. അവിടെ ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ വേണം നമുക്ക് വരച്ചെടുക്കാനായിട്ട്. ഞാൻ കാട്ടിത്തരാം. ഇവിടുന്ന് ഇങ്ങനെ വരും. ഇങ്ങനെ ഇങ്ങനെ വരച്ചെടുക്കാം. കണ്ടില്ലേ? ഈ ഒരു ഷേപ്പിന് നമുക്ക് വരച്ചെടുക്കാം. ഇത്ര മാത്രമേ നമ്മൾക്ക് ഈ കട്ടിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ളൂ. ബാക്കിയൊക്കെ സ്റ്റിച്ചിങ്ങിലാണ് വരുന്നത്. അത് ഞാനൊരു ചുരിദാറിന്റെ ടോപ്പും സ്റ്റിച്ച് ചെയ്യണത് എങ്ങനെയാന്ന് വെച്ചാൽ കാട്ടിത്തരാം. ഇങ്ങനെ കട്ട് ചെയ്തു, ഇങ്ങനെ വരച്ചെടുക്കാം. എന്നിട്ട് 3 to 5 ഇവിടെ ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. 4 to 6 ഇതേപോലെ തന്നെ ഇവിടെ 1/2 ഇഞ്ച് അടയാളപ്പെടുത്താം. എന്നിട്ട് നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ വെച്ച് ഞാനിത് കട്ട് ചെയ്യാണ്. അങ്ങനെ ഞാൻ അത് കട്ട് ചെയ്തെടുത്തു. കണ്ട ഇങ്ങനെ വരും. ഇത് ചുരിദാറിന്റെ ഫ്രണ്ട് വശമാണ്. ഫ്രണ്ട് വശത്തിൽ റൈറ്റ് സൈഡ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. കാരണം റൈറ്റ് സൈഡ് മാത്രമാണ് ഇപ്പൊ പോക്കറ്റ് വെക്കുന്നത്. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഷേപ്പാണ്. ഈ അടയാളപ്പെടുത്തി സ്ലിറ്റ് ആണ്. ഇപ്പൊ ഞാനിവിടെ വേസ്റ്റ് ഷേപ്പിന്റെ അവിടെ 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. ഈ സ്ലിറ്റിന്റെ അവിടെ വരുമ്പോ 1 ഇഞ്ചാണ് തയ്യൽ തുമ്പ് കൊടുക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ എന്ത് വരുന്നത്, തയ്യൽ തുമ്പ് വരുന്നത്. അപ്പൊ ഈ അടയാളപ്പെടുത്തിയേക്കണേന്ന് ഇങ്ങോട്ടേക്ക് നമ്മൾ ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ അടയാളപ്പെടുത്തി വരാണ് ചെയ്യുന്നത്. ഇപ്പൊ ലൈനിങ് തുണി വെക്കണ്ടെങ്കിൽ, തുടക്കക്കാരാണെങ്കിൽ ലൈനിങ് തുണിയും നല്ല തുണിയും തമ്മിൽ ആദ്യം ഒന്ന് ഒരുമിച്ച് പിടിച്ച് സ്റ്റിച്ച് ചെയ്തോളൂ. അത് കഴിഞ്ഞിട്ട് വേണ്ട തയ്ക്കാനായിട്ട്. അപ്പൊ ഇങ്ങനെ ചെയ്യാം. പിന്നെ ഇതാണല്ലോ നമ്മുടെ പോക്കറ്റ്. പോക്കറ്റ് ഇങ്ങനെയായിരിക്കും വരാം. മനസ്സിലായില്ലേ? അപ്പൊ പോക്കറ്റ് എവിടത്തോളം വരെ ഉണ്ടെന്ന് നോക്കിയിട്ട് ഞാൻ അത് ഇവിടെ അടയാളപ്പെടുത്താണ്. അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ വരച്ചേക്കണ വരിയില്ലേ, അവിടെ വേണം നമ്മുടെ ഈ 1/2 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തിയിട്ടില്ലേ, അത് വരാനായിട്ട്. ഈ 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി നമ്മൾ ഈ വരച്ചേക്കണ ഈ വരയില് ഇങ്ങനെ വന്ന് നിൽക്കണം. അപ്പൊ അതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വേണം വെക്കാനായിട്ട്. എന്നിട്ട് ഒരു പിൻകുത്തി കൊടുക്കാം. അപ്പൊ ഇങ്ങനെ ചെരിച്ചാണ് നമ്മുടെ തയ്യൽ തുമ്പ് ഇങ്ങനെ ചെരിച്ചാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെറിയൊരു സ്ലോപ്പ് പോലെ കാണുന്നത്. ഇതുപോലെ തന്നെ ഞാൻ ബാക്കില് റൈറ്റ് സൈഡിൽ ഇതുപോലെ തന്നെയാണ് ഞാൻ വെക്കുന്നത്. ഇനി ചെയ്യേണ്ടത് വെച്ചാല് ഇത് ഇങ്ങനെ നേരെ ഇങ്ങനെ കൂട്ടി ഇങ്ങനെ വരയ്ക്കുക. എന്തിനാന്ന് വെച്ചാൽ വേറൊന്നിനല്ല, നമ്മൾ ഇവിടെയാണ് നമ്മൾ സ്റ്റിച്ച് കൊടുക്കുന്നത്. അതിനു വേണ്ടി മാത്രമാണ് ഞാനിങ്ങനെ കാണിക്കുന്നത്.
ഇത് ബാക്ക് സൈഡിലെ റൈറ്റ് സൈഡ് ആണ് ഇപ്പൊ ഞാൻ കാണിക്കുന്നത്. ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഇവിടെയാണ് എന്ത് വരുന്നത്, ഷേപ്പ് വരുന്നത്. ഇവിടെയാണ് സ്ലിറ്റ് വരുന്നത്. ഇവിടെ സ്ലിറ്റിന്റെ അവിടെ ഞാൻ 1 ഇഞ്ച് അടയാളപ്പെടുത്താണ്. ഷേപ്പിന്റെ അവിടെ എനിക്ക് 1.5 ഇഞ്ച് വരും. ഇങ്ങനെ വരും. അപ്പൊ ഇങ്ങോട്ടേക്ക് ഇങ്ങനെ ചെരിച്ച് ഇങ്ങനെ ഒരു വര വരച്ചു. മനസ്സിലായില്ലേ? എന്നിട്ട് ഞാൻ വെക്കാൻ പോണ പോക്കറ്റ് എടുത്തു. ഇതില് ഇവിടെയാണ് 1/2 ഇഞ്ച് അടയാളപ്പെടുത്തിയേക്കുന്നതും ഇവിടെയും 1/2 ഇഞ്ച് വരും. ഇവിടെയും 1/2 ഇഞ്ച് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മനസ്സിലാവേണ്ടത് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ട് ഇത് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോ ഈ വരച്ചേക്കണ ഈ വര നമ്മളുടെ ഈ വരയുടെ നേർക്ക് നേർ വരണം. അതാണ് ഞാൻ ഇങ്ങനെ വെച്ച് കാണിക്കുന്നത്. കണ്ടില്ലേ? എന്നിട്ട് നമുക്ക് പിൻ കുത്തി കൊടുക്കാം. നമ്മള് ഇത് ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇവിടുന്ന് ഇങ്ങനെ നേരെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരും. മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മെസ്സേജ് ചെയ്യാം. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്നിട്ട് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്തെടുക്കാണ്. നമ്മൾ ഇനി അടയാളപ്പെടുത്തിയേക്കുന്നത് നമ്മളിനി സ്റ്റിച്ച് ചെയ്യാണ്. ഇനി അതുപോലെ നമുക്ക് ബാക്ക് സൈഡും കൂടിയും സ്റ്റിച്ച് ചെയ്യാം. ഇനി നമുക്ക് ടോപ്പ് തമ്മിൽ കൂട്ടി സ്റ്റിച്ച് ചെയ്യാം. ഞാൻ ഇവിടെ തയ്യൽ തുമ്പ് ഞാൻ 1.5 ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് കൊണ്ട് ഞാൻ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് എന്നോട് അടയാളപ്പെടുത്താണ്. സ്ലീവിന്റെ അവിടെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഈ ആം ഹോളിന്റെ അവിടെയും ഈ പറഞ്ഞ പോലെ 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ ഷേപ്പിന്റെ അവിടെയും 1.5 ഇഞ്ച് അടയാളപ്പെടുത്തി. സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇങ്ങനെയാണ് നമ്മൾക്ക് വരുന്നത്. മനസ്സിലായില്ല? അത് ഞാൻ കൂട്ടി യോജിപ്പിക്കുകയാണ്. ഒരു ടേബിൾ വെച്ച് വേണ്ട ചെയ്യാനായിട്ട്. ഞാനിപ്പോ തയ്യൽ മെഷീൻ വെച്ച് കാട്ടി തന്നുള്ളൂ. നമ്മൾ ചുരിദാറിന്റെ സൈഡ് അടിക്കാൻ പോവാണ്. നമ്മളിനെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തി നമ്മളെല്ലാവരുടെയും ഇങ്ങനെ പിൻ കുത്തി വെച്ചു. കണ്ടോ? ഇവിടെയും 1.5 ഇഞ്ച് തന്നെ അടയാളപ്പെടുത്തി. ഇവിടെ സ്ലിറ്റിന്റെ അവിടെ 1 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെയും പിൻ കുത്തി വെച്ചു. മനസ്സിലാവാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പിൻ കുത്തി വെച്ചേക്കുന്നത്. കണ്ടോ? ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങനെ വരും. ഇവിടെ എത്തി കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മള് ഇവിടേക്ക് ഇങ്ങനെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത്. കണ്ടോ? ഇങ്ങനെ സ്റ്റിച്ച് കൊടുത്ത് നേരെ ഇവിടെ വന്ന് ഇവിടെ കെട്ടിട്ട് നിർത്താണ് ചെയ്യുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. ഇവിടെയാണ് നമ്മുടെ പോക്കറ്റിന്റെ സ്റ്റിച്ച് വരുന്നത്. ഇവിടത്തോളം വരെ സ്ട്രെയിറ്റ് ആയിട്ട് അടിക്കാം. ഇവിടത്തോളം സ്ട്രെയിറ്റ് ആയിട്ട് അടിച്ചു. കണ്ടില്ലേ? എന്നിട്ട് നമ്മുടെ പോക്കറ്റിന്റെ ഇത് ഇങ്ങനെ നേരെ വെക്കുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ചാണ് നമ്മളിവിടെ ഗ്യാപ്പ് ഇട്ടിരുന്നത്, ഓർക്കുന്നുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം. അപ്പൊ അതൊക്കെ ഇങ്ങനെ തുണീനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിനി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്ത് നമ്മൾ പോക്കറ്റിന്റെ സ്റ്റിച്ച് അവസാനിക്കുന്നത് ഇവിടെയാണ്. കണ്ടോ? ഇവിടുന്ന് ഇങ്ങനെ ഇവിടത്തോളം വരെ അവസാനിക്കും. അപ്പൊ ഈ നമ്മൾ കൊടുക്കുന്ന സ്റ്റിച്ച് ഇവിടെ വന്ന് ഇവിടെ 1/2 ഇഞ്ച് മേലോട്ട് കയറി ഇവിടുന്ന് താഴേക്ക് 1 ഇഞ്ചിൽ വന്ന് കെട്ടിട്ട് നിർത്താണ് ചെയ്യുന്നത്. ഇവിടെ കെട്ടിട്ട് നിർത്തി. ഈ പോക്കറ്റിന് ഇവിടെ നമ്മൾ ഒരു സ്റ്റിച്ച് അല്ല കൊടുത്തേക്കണം. അതിൽ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും. നമ്മൾ ഈ മൊബൈലൊക്കെ നമ്മൾ ഈ പോക്കറ്റിൽ ഇടുന്നതല്ലേ, അപ്പൊ ഇത് സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. അപ്പുറത്തെ സൈഡും കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാൻ പറയുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.